നമ്മൾ ഡെയിലി വേണ്ട, വല്ലപ്പോഴും തയ്ക്കുന്നതാണേലും മതി. നമ്മൾ ചുരിദാർ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ കോട്ടൻ്റെ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമ്മൾ കുറേ വെട്ട് പീസുകൾ, അതായത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും കുറേ ചെറിയ ചെറിയ പീസുകളൊക്കെ ബാക്കി വരികയല്ലേ, അതെല്ലാം നമ്മളിങ്ങനെ ഇതുണ്ട് ഒരു ഇത്രയും സ്ക്വയർ പീസ് പോലെ, സ്ക്വയർ പീസ് ആയാലും മടക്കാൻ പരുവത്തിനുള്ളത് ഇതുണ്ട്. ഇങ്ങനെ കുറേ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റ് കട്ടിങ് വരുന്ന വേസ്റ്റ് തുണികളെല്ലാം പെറുക്കി വെക്കണം. എന്നിട്ടിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഈ പീസിൽ. എന്നിട്ട് ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്തതുണ്ടോ, ഞാനിതെല്ലാം ഇപ്പം ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചു. ഇതും ചെറിയ പീസുകളാവട്ടോ, എല്ലാം ചെറിയ ചെറിയ പീസുകളാണ്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുഷ്യൻ അടിക്കാം. ഇതുണ്ട് കോണോട് കോണ് മടക്കി വെക്കണം. നമ്മളിങ്ങനെ ത്രികോണമായിട്ട് മടക്കണം. ഇതെങ്ങനെ മടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇങ്ങനെ ഒന്ന് മടക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങോട്ട് മടക്കണം, ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചാണ് ഇത് അടിക്കുന്നത്. ഇങ്ങനെ വെച്ചടിക്കും, ഇങ്ങോട്ടടിക്കും, ഇങ്ങനെ അടിക്കും. ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കിതുണ്ട് ഈ മൂല ഇങ്ങനെ വരും തയ്യൽ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നേരത്തെ മുട്ടിച്ച് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഞാനിങ്ങനെ പകുതി ഇപ്പോൾ തയ്ച്ച് വെച്ച് ഒരു കുഷ്യൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഇതൊരു സെക്ഷൻ വെട്ട് പീസാണ്, ഇതൊരു സെക്ഷനാണ്, ഇതൊരു സെക്ഷൻ. അപ്പോൾ 3 സെക്ഷൻ ഞാനിങ്ങനെ ഇതുണ്ട്. 3 കളറുകളാണ് അതെല്ലാം വെച്ച് അടിച്ചിട്ടുണ്ട്. ഇത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇനി ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ ചവിട്ടി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്, ഇതാണ് നമ്മുടെ ചവിട്ടി. ഇതാ ചവിട്ടി. സാധാ ചവിട്ടിയുടെ നീളവും വീതിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെട്ട് കഷ്ണങ്ങളൊന്നും കളയരുത്. അതെല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്കിങ്ങനെ ചവിട്ടികൾ ഉണ്ടാക്കാം, കുഷ്യൻ ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.